शरणं रामकृष्ण शरणं शरणे। प्रभु कृपा हि केवलं कृपा हि केवलं कृपा हि केवलं शरणं। शरणागतहं 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 शरणे। प्रभु शरणागतहं 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 शरणे। Swami Vivekananda aimed to organize a spiritual and service-oriented institution based on the ideas of his Guru, Sri Ramakrishna Paramahamsa. On 1st May 1897, Swami Vivekananda called a meeting with his brother disciples and dedicated followers and devotees at Balaram Mandir in Kolkata. There, Swami Vivekananda outlined the goals and structure of the proposed organization. In that meeting, he officially formed the Ramakrishna Mission, sharing the propagation of the teachings of Vedanta as lived and taught by Bhagavan Sri Ramakrishna, engaging in philanthropic, educational, cultural and spiritual activities. The motto is Sivo Gyane Jivo Seva, serving humanity as manifestation of God. It also reflects the harmony between householders and monastic disciples or monastic brothers in the Ramakrishna movement. ഈ ഒരു ആഘോഷത്തിലേക്ക് ശ്രീരാമകൃഷ്ണ മഠത്തിലേക്ക് എല്ലാവരെയും സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഗദാധർ അഭ്യുദയ പ്രഗതിയുടെ തുടക്കം 2010 ഒക്ടോബറിലാണ് ഗദാധർ അഭ്യുദയ പ്രഗത നിലവിൽ വന്നത്. കുട്ടികളുടെ പരിതാപകരമായ അവസ്ഥകളെ തരണം ചെയ്ത് അവരുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ പുരോഗതിയാണ് ഗദാധർ അഭ്യുദയ പ്രഗതിയുടെ പ്രധാന ലക്ഷ്യം. He was the British historian and the scholar. He said about Vivekananda that in ages to come, in centuries to come, Swami Vivekananda will be remembered as one of the very models of the modern world. So that is the impact of Vivekananda, that will be the impact on the modern world. He also mentioned that that Vivekananda is a great spiritual leader like Shankara or Ramananda. So Vivekananda is also a great leader who was born in this country. And also he mentioned that Vivekananda is much greater than the other saints of Bhakti. എല്ലാ ആശ്രമജനങ്ങളുടെ സ്നേഹ നമസ്കാരം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊയിലാണ്ടി രാമകൃഷ്ണ മഠത്തിൽ വന്നിട്ടുണ്ട്. മുമ്പ് ഇടയ്ക്ക് വന്നിരുന്നു, പക്ഷെ വർഷം മുമ്പ് വന്നതിന് ശേഷം തിരിച്ച് തിരുവനന്തപുരത്ത് പോയപ്പോൾ അവിടെ രാമകൃഷ്ണ മഠത്തിലെ വളരെ സീനിയറായ സ്വാമി ശങ്കരാനന്ദ സ്വാമിയോട് ഇങ്ങനെ കൊയിലാണ്ടി ആശ്രമത്തിൽ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ യോഗിമാരുടെ തപോ കേന്ദ്രങ്ങളായിരുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ രാമകൃഷ്ണ മഠം കൊയിലാണ്ടി മഠം തുടങ്ങിയിട്ട് 110 വർഷം കഴിഞ്ഞു. ഇവിടെ ഇത് ആരംഭിക്കുമ്പോൾ ധർമ്മനാഥ സ്വാമി തുടങ്ങിയ ഈ ആശ്രമത്തിൻ്റെ അന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വസിഷ്ഠഗുഹയിലെ മഹായോഗി എന്നറിയപ്പെട്ടിരുന്ന പുരുഷോത്തമാനന്ദ സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഈശ്വരകാരുണ്യം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി, ആത്മബയോഗ്രഫി, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ, അത് ഈ ആശ്രമത്തെ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. വിവേകാനന്ദ സ്വാമികൾ സംഘാടന ശക്തി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിന് ഒരു മാതൃകയായിട്ടാണ് രാമകൃഷ്ണ മഠം, രാമകൃഷ്ണ മിഷൻ എന്നുള്ള സ്ഥാപനങ്ങൾ രൂപീകരിച്ചത്. അപ്പൊ ഇവിടെ അതിൻ്റെ പശ്ചാത്തലം, എവിടെയാണത് രൂപീകരിക്കപ്പെട്ടതെന്നൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതങ്ങനെ 128 വർഷമായി കഴിഞ്ഞപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണോ എന്നുള്ള ഒരു ചോദ്യം വരാം.
50 വയസ്സ് പ്രായമുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ ജീവിതകാലത്ത് തന്നെ നമ്മുടെ രാജ്യത്തിൽ പല ആധ്യാത്മിക ആചാര്യന്മാർ വന്നു. അവരുടെ ദേഹാവസാനത്തിന് പുറമെ പിന്നെ പല വിഭാഗങ്ങളായി വിഭജിച്ച് അവരുടെ അനുയായികളൊക്കെ വഴക്കുണ്ടാക്കി അവരെ സ്വത്തിനും സ്ഥാപനങ്ങളൊക്കെ വിഭജിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ഇരിക്കെ വിവേകാനന്ദ സ്വാമികൾ തുടങ്ങിയ ഈ രാമകൃഷ്ണ മഠം, രാമകൃഷ്ണ മിഷൻ ഇന്നും, അല്ല നിങ്ങളുടെ ചില ആൾക്കാർക്ക് ഈ സംശയം ഉണ്ടാവാം, സ്വാമിമാരൊക്കെ വന്നിങ്ങനെ പറയുന്നു ഇതൊക്കെ ശരിയാണോ? ഇന്നത്തെ കാലത്ത് സ്വാമിമാരെ എന്നാണ് പറയുന്നത് തട്ടിപ്പല്ലേ, ഇതൊക്കെ നടക്കുന്നതാണോ എന്നുള്ളൊരു ചെറിയ സംശയം ഉണ്ട്. അപ്പോ അത് പരിഹരിക്കാം എന്നുള്ള ദൗത്യമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മുടെ ഭക്തന്മാരെ പോലും ഞങ്ങളുടെ സ്വാമിമാര് പറയാറില്ല. സ്വാമിമാരോട് വളരെ അടുപ്പമുള്ള അജിത് ചേട്ടൻ പോലും പറയാറില്ല. പക്ഷെ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്ത് ഞാൻ ആദ്യം തുടങ്ങാം. നമ്മുടെ സ്ഥാപനം തുടങ്ങിയപ്പോൾ അതെങ്ങനെ നടത്തണം എന്നുള്ളതിന് നിർദ്ദേശങ്ങളും നിയമവും രചിച്ചത് വിവേകാനന്ദ സ്വാമികൾ തന്നെയാണ്. പക്ഷെ അതിലൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വാമിജി രചിച്ച ആ നിയമങ്ങൾ, ഇത് 1897 കേട്ടോ. ഇന്നെന്താണ് തീയതി? ഇന്നെന്താ വർഷം? അല്ല, നിങ്ങൾ ഉറങ്ങിയിട്ട് എനിക്കറിയാം, ഉണർത്താൻ വേണ്ടിയിട്ട് ചോദിക്കും. എന്താ വർഷം? 2025 വരെ 6 പ്രാവശ്യം മാത്രമേ ഈ നിയമങ്ങളിൽ തിരുത്തൽ വരുത്തിയിട്ടുള്ളൂ. പക്ഷെ ആ 6 പ്രാവശ്യം വരുത്തിയതും നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ മാറിയത് കൊണ്ട് അതോട് യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുത്തിയത്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അതായത് സ്വാമിജി ഉണ്ടാക്കിയ നിയമങ്ങൾ ഈ രാജ്യത്തേക്കാൾ തന്നെ അറിയാമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് 1897 ഉണ്ടാക്കിയത്. ഇന്നാൾ വരെ 6 പ്രാവശ്യം മാത്രമേ തിരുത്തം വരുത്തിയിട്ടുള്ളൂ. ഓൺലി 6 times. അതും വരുത്തിയത് രാജ്യത്തിന്റെ നിയമങ്ങളോട്, അതായത് ഇവിടുത്തെ ലോസിനോട് യോജിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് അതൊന്നും വരുത്തേണ്ട ഒരു ആവശ്യമില്ല. എനിക്കും തോന്നി എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ. നമ്മുടെ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ എന്റെ അടുത്ത് കിടത്തിയപ്പോൾ അവൻ ഭസ്മം ധരിച്ച ബാലശിവനെ പോലെ കാണപ്പെട്ടു. എന്റെ ഈ വീട്ടിൽ സ്വയം പരമശിവൻ തന്നെയാണോ ജന്മമെടുത്തിരിക്കുന്നത്? ചന്ദ്ര, നീ എത്ര ഭാഗ്യവതിയാണ്. ഇത്രയും തേജസ്സുള്ള കുഞ്ഞിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. നീ പറഞ്ഞത് വളരെ ശരിയാണ്. തന്നെ നല്ല തേജസ്സുള്ള പുത്രൻ ചന്ദ്രൻ യഥാർത്ഥ